എന്തൊരു സ്പീഡാ വലിയത്. ആണോ? ഞാൻ എന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്താ അത്? അപ്പോഴേ ഇനി ഓർമ്മ വരുമ്പോ ചോദിച്ചാ മതി. പോലെ പോലെ എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? കണ്ടു. എന്നിട്ട് എന്ത് തോന്നി? ഇനി മേലെ ഇങ്ങനത്തെ മെസ്സേജ് വെച്ച് എന്റെ മുമ്പിൽ വന്നാ ഞാൻ ആരാ നീ അറിയും. മാറിക്കടാ. നീ എന്ത് മെസ്സേജാണ് അയച്ചത്? എന്റെ ഓരോ ശ്വാസത്തിലും നീയാണ് എമിലി 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 എമിലി. കൊള്ളാടാ എമിലി, അടുത്ത തവണ നല്ല മെസ്സേജ് അയക്കാൻ പറയാം. കൊണ്ടുവാ. അതല്ല അവള് പറഞ്ഞത്. ഇതെവിടെ പോണ്? ഇയാൾ ഭയങ്കര തിരക്കിലാണെന്നല്ല. അല്ല, ആരും പറഞ്ഞല്ലേ, എനിക്കങ്ങനെ തോന്നി. അതൊക്കെ വെറും ഒരു തോന്നലല്ലേ ചേട്ടാ? തോന്നലാണ്. ഈ തോന്നലുകളാണല്ലോ ഏകപക്ഷീയം. ഏകപക്ഷീയം. ഇയാൾ ചിരിക്കാണ്ട, ഞാൻ ഒന്ന് പറയട്ടെ. ഇയാളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ഉണ്ടല്ലോ, എന്റെ ഉള്ളിൽ ഉടക്കി ഒരു വലി. വലി അല്ല, നേരത്തെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഉടക്കി വലി. ഉടക്കി വലിയല്ലേ? അത് ഈ ചേട്ടാ സമയം കിട്ടപ്പോ പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് നന്നായിട്ട് നൂത്ത് വിട്ടാ മതി. അപ്പയോടൊക്കെ നമുക്ക് പോകും കേട്ടോ. സാറേ ഒന്നേ, തൽക്കാലം ഇതാരടുത്തും പറയണ്ട. അല്ല, ഇവിടെ ഉടക്കി വലിച്ചതേ. അയ്യോടാ, ഞാൻ ചിലപ്പോ അത് പറഞ്ഞു പോവായിരുന്നെങ്കിൽ. അമ്മയാണ് ഇനി ഉടക്കി വലിക്കൂല, സത്യം. ടൈമിങ് ആയിട്ടില്ല. കാതലിൻ വാഴ്ക്കയൊன்று ഏറ്റിനാലേ നെഞ്ചിൽ. നിന്നിട്ട് ഇങ്ങനെ നോക്കണേ. നോക്കിയെന്താ? അതിനെങ്ങനെ നോക്കണേ? അത് വിട്. നിങ്ങൾ സൈറോട് എന്ത് ചോദിച്ചു? സൈറയുടെ അണ്ണാ, നിങ്ങൾ സൈറോട് എന്ത് ചോദിച്ചെന്ന്? സൈറയുടെ അടുത്ത് ഞാനൊന്നും ചോദിച്ചില്ല. സൈറയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്ത് ചോദിച്ചു? ഭീമാവള്ളിയിൽ നിന്ന് പൊങ്കാല. ഭീമാവള്ളിയിലെ പൊങ്കാല? കൊടാ. ഇതുവരെ നടക്കി പോണ ലക്ഷണമല്ല കേട്ടാ. നീ എന്തോടെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന? സീനിയർ പോ, ജൂനിയർ പോടാ. പോയില്ലടാ. പോയിക്കോളാം. പോടാ. എടാ, ഇങ്ങനെ മലമറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. അവള് വീഴില്ല, അത് വേറെ കേസാണ്. അത് വിട്ടേക്ക്. ഏതാ കാലഘട്ടം തെറ്റിയാൾ വരുന്നേ? നമ്മൾ 80കൾ. ഇതെത്ര കിലോ വരും നോക്കിയാണ്? ഇതൊരു 2 കിലോ വരും. 2, 4, 6, 8, 10. നീങ്ങടെ ഇപ്പം വല്ലാണ്ടിരിക്കുന്നത്. ചെറിയ പ്രശ്നമുണ്ട്. ഇവൻ വീശിയ വലയിൽ ആ എമിലി വീണില്ല. വലയിൽ വീണില്ല, പിന്നെ കുരുക്ക് വയ്ക്കണം. കുരുക്കാ? എങ്ങനെ? നീ വിഷമിക്കണ്ടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ടണ്ണ, വിട്ടുകളെ. നീ നിരാശപ്പെടണ്ട. അതായത് എന്തായാലും നിനക്ക് അബദ്ധം പറ്റിപ്പോയി, നിന്റെ കൈയും മനസ്സും ഒക്കെ വിട്ടും പോയി. എന്തായാലും നമ്മളെ കൂടെ പഠിക്കുന്ന ജൂനിയർ കുട്ടികളടുത്ത് മോശമായിട്ട് പെരുമാറാൻ പാടില്ലാത്തതാണ്. പെരുമാറ്റത്തിന്റെ കാര്യമൊന്നും പറയണ്ട, വല്ലതും നടക്കെങ്കിൽ അത് പറ. ഓക്കെ. എടാ, എമിലിയെ ഇഷ്ടമാണെന്ന് നീ അവളുടെ അടുത്ത് പറഞ്ഞു 2-3 തവണ പറഞ്ഞു. അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഐ ലവ് യു എന്ന്. അപ്പോൾ അവളെന്ത് പറഞ്ഞു? ഓടാ തെണ്ടിന്ന് വിചാരിച്ചാലല്ല, അവൾക്ക് വിവരമുണ്ട്. അതൊക്കെ പോട്ട്. നീ നിന്റെ മനസ്സ് അവളെ എങ്ങനെയൊക്കെ അറിയിക്കാൻ ശ്രമിച്ചു? ഞാൻ നേരിട്ട് പറഞ്ഞു, മെസ്സേജ് അയച്ചു, വാട്സപ്പ് ചെയ്തു, പിന്നെ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് വണ്ടിയിൽ ഒട്ടിച്ചു, പിള്ളേരെ വിട്ട് പറയിപ്പിച്ചു. എന്ന് വേണ്ട എല്ലാം ചെയ്തു. നീയേ ചെയ്യാനുള്ള എല്ലാം ചെയ്തു, പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല. ഞാൻ തോന്നുന്നു. അതായത് പെണ്ണുങ്ങളെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇളക്കാൻ 80കളുടെ കളി കളിക്കണം. 80കളിലെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, 80കളുടെ കളി കളിക്കണം. എടാ, ഇതിനൊക്കെ പോവേണ്ട റൂട്ടിൽ പോയാലേ പരിപാടി നടക്കും. നിങ്ങൾ വളവളാന്ന് പറയാതെ റൂട്ട് പറയേ. നീയൊക്കെ ഇത്രയും ചെയ്ത് അവർക്ക് ലവ് ലെറ്റർ കൊടുത്താടാ. അതാണ് 80. അതാണ് പോയില്ല. അത് പോണം, അതിന് പഴയ തല വേണം. എടാ, എന്നാലും നമുക്കൊരു ലെറ്റർ എടുക്കാൻ തോന്നിയില്ലല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യും, ലെറ്റർ കൊടു. അതാണ് നൊസ്റ്റാജിക് സൈക്കോളജിക്കൽ അപ്രോച്ച്.
എടാ കുട്ടാ, നീ നിന്റെ മനസ്സ് തുറന്നൊരു കത്തങ്ങ് എഴുതി. ആ കത്തിൽ നിന്റെ ഹൃദയം മുഴുവൻ ഉണ്ടായിരിക്കണം. അതിൽ അവള് അലിഞ്ഞില്ലാതാവണം. നല്ല കത്തിന് മുമ്പിൽ അലിഞ്ഞു വീഴാത്ത പെമ്പിളൊന്നും ഇല്ല മക്കളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയിരുന്നു രണ്ടും കൂടെ നല്ല ഐഡിയ പൂർവ്വം ആലോചിച്ച് ഓരോന്ന് എഴുത്. നല്ല വാക്കുകളൊക്കെ ഇടയ്ക്കിടെ കയറ്റി കൊടുക്കണം. എങ്ങനെ പഴയ 80 വാക്കുകൾ കയറ്റി കൊടുക്കണം. കയറ്റി അവൾ മറിഞ്ഞ് വീണം, വീണോട് മറിഞ്ഞ് കിടക്കണം എനിക്ക് കാണണം. ഓക്കെ? മലരേ എന്തൊരു ശബ്ദമാണ് ശാരദേ. അപ്പൊ കൊടുക്കാല്ലേ? കൊടുത്തു നോക്കാം. മൂത്തോര് പറയുന്ന വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെ എന്തെന്ന് കണ്ടറിയാം. നിനക്ക് എഴുതാറിയോ? ഞാനങ്ങനെ എഴുതി ശീലൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്ക് എഴുതാം. ആദ്യം നീ ഒരെണ്ണം എഴുതി ഒരു സാധനം, എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ വേറെ എഴുതാം. എന്നിട്ട് അതിൽ ഏതാ നല്ലത് നോക്കിയിട്ട് നമുക്ക് ആരുടെ കാണിച്ചിട്ട് അല്ലെ രവീണൻ്റെ അടുത്ത് തന്നെ കാണിച്ചു കൊടുക്കാം. അതാവും നല്ലത്. പേനയുടെ പേന എടുത്തില്ലേ? ശരി, ബുക്ക് എൻ്റെതാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഞാൻ കൊത്തളം ബാഡ് വാക്കാടാ. അകത്തളത്തിൻ്റെ മടിത്തട്ടിൽ എൻ്റെ എമിലി എൻ്റെ എമിലി ഇതിൽ അവള് വീഴും. നടക്കും തോന്നില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന ആരാന്ന് കണ്ട ഈ ആ സൈറൻ കൊണ്ട് പണി കണ്ടോ? അതിനെന്ത് അവരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. എടാ അവന്മാർ രണ്ടും പ്രിൻസിപ്പളിൻ്റെ ചാരകളാ. ആ നമ്മൾ ഇപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പറയും. അതുകൊണ്ട് അവന്മാരെ കട്ട് ചെയ്യാണ്ട് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. നടക്കൂല. കട്ടി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റണ്ടേ? എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വഴിയുണ്ട്. ബാ അല്ല കൊണ്ടുപോണി. എൻ്റെ വണ്ടിൻ്റെ സ്റ്റാൻഡിന് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. കേട്ടാ, അവളെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ ആ റോഡ് സൈഡിൽ മറിഞ്ഞു കിടക്കണ വണ്ടി ഇവളതല്ലേ? പെട്രോളൊക്കെ കളഞ്ഞു കിടക്കണ് ഷെഡിന്റെ അവിടെ. ആ അത് ഇവളതല്ലത്. അത് കറുത്ത വണ്ടിയല്ലേ? നമ്പർ KL20J2838 എങ്ങനെയല്ല? അയ്യോ അതെന്റെ വണ്ടിയാ. എമിലി, ഞാൻ കീ തന്നെ പറഞ്ഞത് ശരിക്കും സ്റ്റാൻഡ് വെക്കണോന്ന്. ആ കീ ഇങ്ങെടുത്താ. എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താടാ? എനിക്കെന്തോ സംസാരിക്കാൻ പറ്റണില്ല. കൈയും കാലും പറക്കണം, തൊണ്ട പറയണം, അങ്ങനെ ഒരുപാട്. കുറച്ച് മുമ്പ് മാറിക്കോളും. അണ്ടി വേറെ മാറൂല. എടാ ലെറ്റർ കൊണ്ടുപോയി കൊടുറാ. ചേട്ടാ എടാ എനിക്ക് വേണ്ടി നീ ഒന്ന് കൊണ്ടു കൊടുക്കും പ്ലീസ്. എങ്ങനെ? നീ കൊണ്ടുപോയി കൊടുക്കും പ്ലീസ്. എടാ ഈ ലെറ്റർ കൊടുത്തിട്ട് വേണം അതിൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ട് എനിക്ക് മറ്റേ കുട്ടിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ. ഞാൻ തന്നെ കൊടുക്കണോ? പിന്നെ രണ്ട് ലെറ്റർ നീ തന്നെ കൊടുക്കണം. ഞാൻ കൊടുക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഓക്കെ പടച്ചോനെ എന്നെ കാത്തോളണേ. എന്താണ് ചുറ്റിക്കളി? കോയിന്റെ കാര്യം മുടി ചുറ്റിമാരി കുറെ നേരമല്ലേ ചുറ്റി കളിക്കുന്നത്? എന്താ വിഷയം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു വിഷയം. വാസുവേട്ടനെ പിടിച്ച് നമ്മൾ അംശമാക്കി. വാസുവേട്ടനെ പിടിച്ച് അംശമാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടി? മണ്ട. വാസുവേട്ടൻ വഴി എമിലിക്ക് നമ്മൾ ലെറ്റർ കൊടുക്കാൻ പോണം. 500 റുപ്യ കൊടുത്ത എമിലിനെ വീട്ടിൽ പോയി പൊക്കിക്കൊണ്ടിരും മൂപ്പര്. എന്നാ പിന്നെ അതല്ലേ എളുപ്പം. എന്റെ പടച്ചോനെ, എടാ ആദ്യം ലെറ്റർ കൊടുത്ത അവളെ റിയാക്ഷൻ അറിയണ്ടേ? വാസുവേട്ട ഞാൻ വരില്ല. ഞാൻ എന്താ കൂടെ വന്നൂടെ? ഏട്ടൻ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്ത് ഉപകാരം? ഒരു ലെറ്റർ കൈമാറണം. ഞാൻ ഇതിന് ലെറ്റർ കൈമാറുന്നു. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസൊക്കെ പൂട്ടിപ്പോയോ? അല്ല ഏട്ടാ, അത് പിന്നെ ഇത് ഏത്? അല്ല ഇവന് ആ എമിലി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടീനോട് ഒരു ഇത് എന്ത്
ഒരു ഇഷ്ടം. അരിഷ്ടോ? പ്രേമം. പ്രേമോ? ഇവനോ? അല്ല, ഇവന് പ്രേമുള്ള കാര്യം പെണ്ണറിയോ? അറിയോ? അറിയില്ല. എന്നാൽ അറിയണ്ട. ആ പെണ്ണേ നാണക്കട ഓർത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴോട്ട് ചാടി ചാവും, നീ ജയിലാവുകയും ചെയ്യും. ഇത് തമാശ പറഞ്ഞല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത്? എൻ്റെ വീട്ടിൽ കരി വാങ്ങുന്ന കാര്യമൊന്നുമില്ലല്ലോ, ആ പെണ്ണിന് ലെറ്റർ കൊടുക്കുന്ന കാര്യമല്ലേ? ഏട്ടാ കേൾക്കണം. എന്ന് വെച്ചാൽ ഇവന്റെ പ്രേമത്തിന്റെ തുറന്ന കത്ത് കൈമാറാൻ പോണത് ഏട്ടനാണ്. എന്ത്? എങ്ങനെ? അതായത് ഇവന് എമിലിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അവള് ചായ കുടിക്കാൻ വരുമ്പോൾ ആ ചായയും കടീൻ്റെ അടിയിൽ ആ കത്തൊന്ന് വെച്ച് ചേട്ടൻ കൊടുക്കണം. എന്താന്ന് വേണ്ട വെച്ചാൽ ഞങ്ങൾ തരാം. ഇവിടുന്ന് ഞാനെന്തങ്ങ് മാമാപ്പണി ചെയ്യുന്ന ആളാ? കത്തികെടുക്കണം പേര്. ഓടാ ഇവിടുന്ന്, പോ പോ പോ. അണ്ണൻ പിണ്ണാക്കാണ്. പോടാ പോടാ പോ. അങ്ങനെ ആ പണിയും പാളി. ആ പണിയൊന്നും പാടൂല. നമ്മളൊക്കെ ആണുങ്ങളല്ലടാ. ഞാൻ കൊടുക്കും കത്ത്, നീ വാ. ഞാൻ കൊടുക്കും. എന്തോടെ തന്നെ മനഃപൂർവ്വം പേടിപ്പിക്കാൻ വേണ്ടി ഒച്ചുണ്ടാക്കേണ്ടി വരെയല്ലേ? അയ്യോ അല്ല സാറേ, പിന്നെ അയ്യപ്പ സ്വാമിയാണേ അല്ലേ പിന്നെ സാറേ? അവിടെ ആകെ പ്രശ്നമാണ്. എന്തോ പ്രശ്നം? അതെ, ആ ഫൈനലിൽ പഠിക്കുന്ന പൊറിഞ്ചു ഇല്ലയോ? പൊറിഞ്ചു? ആ പൊറിഞ്ചു. ഒഫീഷ്യൽ നെയിം പറയടേ. ഓഫീഷ്യൽ പ്രദീപ്. പ്രദീപ് അവന് ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ എമിലി മോൾക്ക് പ്രേമലേഖനം കൊടുത്തു. അത്ര ഉള്ള ഇവന്മാര് കളിച്ച് കോളേജിന്റെ അന്തസ് കളയുമോ സാറേ? ആ എമിലി മോൾ ക്ലാസ്സിൽ ഇരുന്ന് കരയുക. എന്തിന്? പ്രേമലേഖനം കൊടുത്തേന്. ഈ എമിലി മോൾക്ക് പ്രേമലേഖനം കൊടുത്തില്ലയോ പൊറിഞ്ചു? പിന്നെ കോളേജിൽ ആകെ സംസാര വിഷയമായിരിക്കുക. രണ്ടേ ആ ചെറുക്കനെതിരെ ആക്ഷൻ എടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവന്മാര് കളിച്ച് കോളേജ് പൂട്ടു മിക്കവാറും. കൂട്ടുകാരുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്യാം. അല്ലേ മിനി സാർ? അത്രേ ഉള്ളൂ. കുട്ടി കരയാതിരിക്കേ. സാറേ, ഇവൻ വിചാരിച്ച പോലെയല്ല. ഇവൻ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ തെറ്റിച്ചെന്ന് കരുതി ഇവന് മലയാളത്തിലുള്ള പാണ്ഡിത്യാഭാരം. ചില വാക്കുകൾ എനിക്ക് തന്നെ മനസ്സിലാകണില്ല, പിന്നെ സാറിന് മനസ്സിലാവൂ. കണ്ടിന്യൂ. എഴുതിയേക്കണം. നോക്കിയേ, എമിലിയെ പറ്റി ചിന്തിച്ച് അവനിപ്പോൾ ഭൂമിയിലോ അല്ല ആകാശത്തിലോ അല്ല ജീവിക്കണമെന്ന്. മോളെ നീ ഒന്ന് കരയാതിരിക്കേ. അവനെന്തെങ്കിലും പൊട്ടത്തരം എഴുതിയെന്ന് വെച്ച്. പക്ഷെ തീർത്തും അവനെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല ടീച്ചറെ. നോക്കിയേ, ഇടയ്ക്ക് അവനിലെ കവി ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് സാറേ, കല്ലോ കനൽക്കട്ടയോ കാരിരുമ്പോ കരളേ നിൻ ഹൃദയത്തിൽ. അതായത് ഈ കുട്ടിയുടെ മനസ്സ് കട്ടിയുള്ളതാണ്, ഒരിക്കലും അലിയാത്തത്. പിന്നെ പറയുന്നു കനൽക്കട്ട, അതായത് ഒരിക്കലും തടുക്കാനോ അടുക്കാനോ കഴിയാത്തത്. പിന്നതെ കാരിരുമ്പ്, ആയുധത്തിന് തുല്യം അവരെ മുറിവേൽപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവസാനം ഇയാളുടെ കവി കുട്ടിയോട് പറയുന്നുണ്ട് കരളയെന്ന്. എന്തൊരു പ്രാസോ സാറേ, ഇത് ഏത് വൃത്തം ഇത്? സ്ലിതകാകളി. സാറൊന്നും പറയണ്ട, ഇതെന്താ വേണ്ടത് എനിക്കറിയാം. സാർ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കോളേജിൽ നിന്ന് പുറത്താക്കണം. ആ ശരിയാ, ആക്കിയേ പറ്റൂ. ഞാൻ അപ്പോഴത്തെ മൂഡിൽ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നീ ആ പെണ്ണിന് കൊണ്ട് ലവ് ലെറ്റർ കൊടുക്കുമെന്ന് ഞാൻ ഇപ്പം മനസ്സിൽ പോലും കരുതിയില്ല. എടാ, ഇത്രയും വയസ്സായി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല. എടാ, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോടാ മണ്ട? അത് സോൾഡ് എവിഡൻസ് അല്ലടാ. പിന്നെ നിങ്ങൾ പറഞ്ഞേ എന്തായാലും സംഗതി വഷളായി. ഇവനെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതാണ് എല്ലാവരും പറയണത്. എടാ, ഈ എന്താണോ ഒന്നും മിണ്ടാത്തത്? എന്നെ ഡിസ്മിസ് ചെയ്യല്ലേ? നീ വാ. എങ്ങട്ടാ? എടാ, ഞാനല്ല വിളിക്കുന്നു, നീ വാ. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ പഠിച്ചനെ? രവേട്ട നിങ്ങൾ വരണ? നിങ്ങൾ പോയിട്ടോ മക്കളെ. ഓ ചെല്ലി. എൻ്റെ ദൈവമേ, എൻ്റെ പേരൊരിടത്തും വരല്ലേ, എനിക്ക് കോളേജ് വിട്ടുപോകാൻ വയ്യ. അതാ ബാഹം പൊക്കണോ കിട്ടിയിട്ട് പോയിക്കണ. സഞ്ചിയും വേണ്ട, വാങ്ങാത്തല്ലും വേണ്ട. ഡേയ്, ഹാ, നീയാ? വാ വാ. നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നീയൊക്കെ എന്തോടെ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് ഇവിടെ സകല പോക്കറ്റങ്ങളും കാണിക്കാമെന്നാ തന്നെ? നിൻ്റെയൊക്കെ സകല കൊള്ളരാമകളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് തന്നെ. പക്ഷേ ഇത് നടക്കൂലടേ. ക്ഷമിക്കരുത് സാർ.
ക്ഷമിക്കരുത്. തെറ്റാണ് സാർ, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. എമിലിയെ പോലൊരു സ്റ്റുഡൻറ്റിനോട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സാർ. അതല്ല സാർ പറഞ്ഞത്, തെറ്റാണ്, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുക തന്നെ വേണം. ഈ കോളേജിൽ ഒരു മോശപ്പെട്ട വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ സാർ എനിക്ക് തരണം. അത് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ സാർ. ഏത് ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്? സാർ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കണം. ഐ മീൻ ഡിസ്മിസ്. സാർ അല്ല, ഡിസ്മിസ് ചെയ്യണം, പക്ഷെ ആ കുട്ടിയായിട്ടൊന്ന് ആലോചിച്ച് ഞാൻ ഒരു തീരുമാനം എടുക്കാം. വേണ്ട സാർ, ഇനി അടുത്ത് സംസാരിക്കേണ്ട. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടിയേ തീരൂ. അറിയാതെയാണെങ്കിലും ഒരു സഹപാഠിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അതിന് ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഇപ്പം എന്ത് കഷ്ടമായിട്ട് അനുഭവിച്ചാ സാർ? സഹപാഠിയെ ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റാണ് സാർ. സമപ്രായക്കാരോട് ഇഷ്ടം തോന്നുന്നത് ഈ പ്രായത്തിൽ സഹജമല്ലേ സാർ? സാറും ഈ പ്രായം കഴിഞ്ഞല്ലേ ഈ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്? തന്നെ പണമില്ലാത്തവന് ഒരു പട്ടിക്കും വേണ്ടേ സാർ? വേണം. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ സാറിനെയൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാടാ. എന്തിനാ? എനിക്കൊന്നും അറിയില്ല സാർ. ഡിസ്മിസ് ചെയ്യും സാർ. അൺക്വാളിഫൈഡ് ആണ് സാർ ഞാൻ. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് സാർ ഞാൻ. സാറിന് സമാധാനമായല്ലോ? അറിയില്ലേ, തൃപ്തിയായല്ലോ സാർ? നിൽക്കണം, ഒരു അടി വരണം സാർ. എനിക്ക് എൻ്റെ സ്നേഹം എന്താണെന്ന് എമിലിയെ അറിയിക്കണം സാർ. എനിക്ക് നശിക്കണം. എന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരാ, മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത രീതിയിൽ എന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം സാർ. ഭാവിയിൽ എനിക്ക് ഒരിടത്തും ജോലി കിട്ടാൻ പാടില്ല സാർ. ഞാൻ തെണ്ടണം, തെണ്ടിത്തിരിയണം. ഞാൻ നശിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എമിലി മനസ്സിലാക്കും സാർ. ഈ മനസ്സ് കാണാനുള്ളൊരു മനസ്സിലല്ലോ സാർ. എടാ, നീ കൂടുതൽ ഓവറാക്കണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. സെൻറ്റിമെൻസ് കാണിച്ച് അവൻ ആ പെണ്ണിൻ്റെ മനസ്സിൽ കയറി പറ്റണം തന്നെ. ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ട് വരട്ടെ. കാര്യം മനസ്സിലായി. നീ ചെല്ല്, ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ഇതെന്താ എല്ലാം കൂടെ വട്ടം കുടിക്കുന്നത്? ടീച്ചർ ക്ലാസ് എടുക്കണ്ടേ? സാർ, ഈ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ല. ടീച്ചർ ടെൻഷൻ അടിക്കില്ലേ? നിങ്ങൾ ആരും അങ്ങനെ അധികം ടെൻഷൻ അടിക്കണ്ട. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പൊറിഞ്ചു എന്ന് വിളിപ്പേരുള്ള ഈ പ്രദീപിനെ ഞാൻ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ടീച്ചറൊന്നും പറയണ്ട. ഇവിടെ ഞാൻ തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കും. ഞാൻ അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. യവൻ ഈ കോളേജിലല്ല, ലോകത്ത് ഒരു കോളേജിലും ഇവൻ പഠിക്കൂല. പിന്നെ യവൻ നാട് നീളെ അലഞ്ഞു തിരിഞ്ഞവൻ നടക്കും. യവൻ്റെ ബന്ധുക്കൾ യവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. നാട്ടുകാർ അറപ്പോടും വെറുപ്പോടും കൂടി യവനെ നോക്കും. അവസാനം യവ ഇതുവഴി അലഞ്ഞ് തിരിഞ്ഞ് ധരാപാര നടക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. ഒന്ന് നിർത്താമോ സാറേ? അതിന് മാത്രം വലിയ തെറ്റൊന്നും പ്രദീപ് ചെയ്തിട്ടില്ല. ടീച്ചർ ടെൻഷൻ അടിക്കല്ലേ? എന്റെ പൊന്ന് സാറേ, 2 മിനിറ്റ് ഒന്ന് മാറി നിൽക്കാവോ? എമിലി ഇങ്ങ് വന്നേ. പ്രദീപ് ഇയാളോട് സോറി പറയും. ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കണം. പ്രദീപേ, ഇയാളോട് സോറി പറയും. ഞാൻ സോറി പറയുന്നില്ല, എനിക്ക് നശിക്കണം. എന്തുവാ പ്രദീപ ഇത്? അല്ലെങ്കിൽ വേണ്ട, ഇയാൾ ചെയ്ത തെറ്റിന് എമിലി തന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആര് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കൂല. എന്റെ പൊന്ന് സാറേ, ഇയാളുടെ ഭാവിയെ കരുതിയിട്ടാണ് ഈ പറയുന്നത്. ഭാവി യവനാ? യവന് ഒരു ഭാവിയില്ല. സാർ, ഞാൻ അങ്ങനെ ഉണ്ടരുത്, കുട്ടി ഉണ്ടരുത്. ഞാൻ അവനെ ഡിസ്മിസ് ചെയ്യും. സാർ, ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഞാൻ അവനെ ഡിസ്മിസ് ചെയ്യും. അത് ചെയ്യാം സാർ, ഒരു മിനിറ്റ് ഒന്ന് വരൂ. ടീച്ചറെ, ഈ ടീച്ചറെ കൊണ്ട് സാറങ്ങനെ പോണേ? സാർക്കും ടെൻഷൻ അടിക്കാതെ. ടീച്ചർ എന്നെ എന്തിനു വിളിച്ചോണ്ട്? സാർ, ഒരു ലവ് ലെറ്റർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇതൊക്കെ ഈ കാലത്തെ പിള്ളേരുടെ ഇടയിൽ പതിവുള്ള കാര്യമാണ് സാർ. ആ പതി ഇവിടെ പറ്റൂല. ഞാൻ അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. എങ്കിൽ സാർ അങ്ങ് പുറത്താക്ക്. അതാണല്ലോ സാറിന്റെ ശീലവും. ടീച്ചർ അതിന് അങ്ങനെ പറഞ്ഞു? ഞാൻ ഇവിടെ ആരെ പുറത്താക്കി? പണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു വിലാസിനി ടീച്ചറിനെ ഓർമ്മയുണ്ടോ?
അത് ടീച്ചർ അങ്ങനെ അറിഞ്ഞു? അതൊക്കെ ബാഹുലേൻ സാറിനോട് പറഞ്ഞു. പണ്ട് LMHS കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു വിലാസൻ ടീച്ചറുമായിട്ട് സാറിന് ബന്ധം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവർക്ക് നിങ്ങളുടെ ജീവിതവും വാഗ്ദാനം ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ വിദഗ്ധമായി അവരെ അങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. സാറിപ്പോൾ നല്ല പേരും പെരുമയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പാവ സ്ത്രീ വിവാഹം പോലും കഴിക്കാതെ നിങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കുക ഇപ്പോഴും. മതി നിർത്ത്. ടീച്ചർ ഇനി കൂടുതൽ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കരുത്. അതുവിടെ ടീച്ചറെ, ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. അവൻ എന്നെ കുപ്പി ഇറക്കാൻ വേണ്ടിയാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അവനാണ് പറഞ്ഞത് അവനെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ. എന്തിന്? ഈ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് അവന് അവളെ മനസ്സിൽ കയറി പറ്റാൻ. ഇതവൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത്. അവൻ വിചാരിച്ച് പെർഫോമൻസൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നൈസ് കഴിഞ്ഞ് കോളേജിൽ ഒന്ന് കയറാൻ വിചാരിച്ച്. അതിവിടെ നടക്കൂല. ഞാൻ ഇരിക്കുമ്പോൾ നടക്കൂല. അവനെ ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അവനെ മാത്രമല്ല മറ്റേ ഉണ്ടല്ലേ, മറ്റേ ഛേ മമ്മു. ആ മമ്മു മുഹമ്മദ്, അവനെ ഞാൻ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. പക്ഷെ സർ, കോളേജ് അല്ലേ, അത്രയ്ക്കൊക്കെ വേണോ? ടീച്ചറിന് തടസ്സം പറയേണ്ട ഒരു കാര്യമില്ല. അവനെ ഞാൻ പുറത്താക്കിയിരിക്കും. ഞാനൊന്നും പറയുന്നില്ല. പറയണ്ട. എന്താ പറയാ, നിന്നെ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞാല് അവളുടെ മനസ്സിൽ എങ്ങനെയും കയറി പറ്റും എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. എന്തൊരു വേണോ? ചതിയടാ, സൂപ്പർ ചതി. എന്ത്? അയ്യോ, ചതിച്ച്. അമ്മ നിന്നെ സീരിയസ് ആയിട്ട് ഡിസ്മിസ് ചെയ്യാൻ പോണു. എന്നെ? ഓ, തമാശ പറഞ്ഞായിരിക്കും. തമാശയൊന്നുമല്ല. ആ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഉഗ്രൻ ചതിയായി പോട്ടാ. നമ്മൾ ഒരു കാര്യം ചെയ്യ്, നമുക്കേ വിശദമായിട്ട് പറയാൻ അങ്ങോട്ട് വെള്ളം വാങ്ങിച്ചാ. അയ്യോ അയ്യോ, എന്നെ ഡിസ്മിസ് ചെയ്യാൻ എൻ്റെ കൂടെ വന്നോ. ചെയ്യും കേട്ടാ. എല്ലാരും ഉണ്ടല്ലോ. വരണം വരണം. സാറ് ഭയങ്കര തിരക്കിലാണല്ലോ. ഈ പുറിഞ്ചുവിന്റെ ഡിസ്മിസ് ഓർഡർ ശരിയാക്കണ തിരക്കാവും. കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂറിനും എല്ലാം ശരിയാവും. പിന്നെ പ്രത്യേകിച്ച് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല, അല്ല സാറേ? സാർ, പ്രദീപേ, നീ ആദ്യമായിട്ടൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ആ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കണ്ടേ അല്ലേ? അത് ഗുരുനാഥന എൻ്റെ ഒരു കടമയില്ലേ? സർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. സാർ, എത്ര ടീച്ചർ പറയണം? അപ്പോൾ സാറിൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല? ഒരു മാറ്റവും ഇല്ല. സാറേ ഈ ചെയ്യണത് ശരിയാണോ സാറേ? 100% ശരിയാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണതും 100% ശരിയാവും അല്ലേ? ആവും. ആവൂലേ? ആവണല്ലോ. നീക്ക് എന്താ ചെയ്യാൻ പോണേ? സാറേ, ഞങ്ങൾ ഈ പ്ലക്കാർഡുകളുമായിട്ട് സാറിനെതിരെ സമരം വിളിച്ച് നേരെ NHMS കോളേജിലോട്ട് പോകും. എന്തിനടേ? അവിടെ നിന്ന് കുട്ടികളെയും കൂട്ടി വിലാസിനി ടീച്ചറെ എടുത്ത് ഒരു വിലാപയാത്രയെ നേരെ ഇങ്ങോട്ട് വരും. അതിൻ്റെ ആവശ്യത്തിലേ. എന്നിട്ട് സാറിൻ്റെയും വിലാസിനി ടീച്ചറുടെയും ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ല അല്ലേ? ഓക്കെയാണ്. ഇതും ചെന്ന് വിളിച്ചെന്ന് പറയരുത്. ഗുരുനാഥൻ്റെ ശാപം പിടിച്ച് വാങ്ങിക്കരുത്. പറയൂ. അപ്പൊ ഇവരുടെ ഡിസ്മിസ് ഓർഡർ ഇല്ല? നമ്മളെ പൊറഞ്ചല്ലേ, കോളേജിന്റെ മുത്തല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിന് എനിക്കൊരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ?